ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, പന്തക്കുസ്ത തിരുനാളിന് ഒരുക്കമായുള്ള നമ്മളുടെ ഒരു യാത്രയുടെ സമാപ്തിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ പന്തക്കുസ്ത എന്ന മഹാസംഭവം മനോഹരമായിട്ട് വിവരിക്കപ്പെടുന്നുണ്ട്. പരിശുദ്ധ സഭയുടെ ജനനത്തിന് കാരണമായ ഈ ലോകത്തിൽ ഈശോയുടെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ, ദുർബലരും ബലഹീനരുമായിരുന്നവർ ശക്തരും ധീരരുമായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് കർത്താവിനായി സാക്ഷികളായി, പിന്നീട് രക്തസാക്ഷികളായി മാറിയ ആ മഹാ അനുഗ്രഹത്തിന്റെ കൃപ സ്വീകരിച്ച ദിവസം, ആ ദിവസത്തെക്കുറിച്ചുള്ള വിവരണം നമുക്കും ശക്തിയും വീര്യവും ബലവും തരുന്നതാണ്. നമ്മൾ ആ വചനഭാഗം വായിക്കുമ്പോൾ തന്നെ അതെന്നിലും സംഭവിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വായിച്ച് ധ്യാനിച്ചാൽ നമ്മുടെ മേൽ ആ കൃപ കർത്താവിൻ്റെ ആത്മാവ് തരുമെന്ന് നമുക്ക് വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് ആ വചനമൊന്ന് ഏറ്റുപറയാൻ പരിശ്രമിക്കാം. പന്തക്കുസ്ത ദിനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്തു നിന്നുണ്ടായി. അതവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു. അഗ്നിജ്വാലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്ന് നിൽക്കുന്നതായി അവർ കണ്ടു. അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ആത്മാവ് കൊടുത്ത ഭാഷണപരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഇനി അവർ പഴയവരല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം സ്വീകരിച്ച പത്രോസ് പഴയ പത്രോസ് അല്ല. ഇനി പഴയ തോമസ് അല്ല. പഴയ യോഹന്നാൻ അല്ല. കാരണം അത്രമേൽ അവരെ ദൈവത്തിന്റെ ആത്മാവ് മാറ്റിമറിച്ചു. ഒരു കൊടുങ്കാറ്റ് പോലെ ഈശോ മിശിഹായുടെ അപ്പസ്തലന്മാർ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അഗ്നിയായി, അഭിഷേകമായി, ഈശോയുടെ സുവിശേഷവുമായി പ്രിയപ്പെട്ടവരെ നടന്നു നീങ്ങിയതാണ് സുവിശേഷത്തിന്റെ മനോഹരമായ ഗാഥ. ഇന്ന് ഈ സമയം പരിശുദ്ധ സഭയിൽ നമ്മൾ വിശ്വാസത്തിന്റെ ജ്വാല കെട്ട അവസ്ഥയിലാണെങ്കിൽ ഈ മഹാസംഭവം നമ്മുടെ മേലും വന്ന് നിറയണമേ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പന്തക്കുസ്ത തുടരുന്ന അനുഭവമാണ് തിരുസഭയുടെ യാത്ര. ആത്മാവിന്റെ അഭിഷേകം അഗ്നിയായി, കൃപയായി, ജ്വാലയായി കത്തിപ്പടരാൻ ഈ ദിനങ്ങളിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, എന്നിലും ഒരു പുത്തൻ പന്തക്കുസ്ത അനുഭവം നൽകണമേ. അതിലൂടെ ഞാനും സുവിശേഷത്തിന് ധീരസാക്ഷിയായിട്ട് മാറാൻ കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എല്ലാവരിലും തന്റെ മഹത്വം നൽകട്ടെ. കൃപാവരങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ നിറയ്ക്കട്ടെ. ആമേൻ.